നമ്മുടെ നാടിന് മികച്ച കായിക താരങ്ങളെ സംഭാവന ചെയ്യാൻ വേണ്ടി മാത്രം സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീ കെ.പി. തോമസ് സാർ ഷൈനിയുടെ പിതാവിൻ്റെ സഹോദരനാണ്. ശ്രീ കെ.പി. തോമസിനെ ഞാനിതാ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ജ്യേഷ്ഠൻ്റെ മകളാണ് ഷൈനി. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ കണ്ടു കാണും ഷൈനിയുടെ ഒരു വളർച്ച അല്ലേ? അതെ, സ്പോർട്സ് രംഗത്ത് നിന്ന് ഓരോ മെഡലുകൾ നേടുന്നതും ഓരോ ലെവലിലേക്ക് ഉയർന്നു പോകുന്നതും കണ്ടിട്ടുണ്ടാവും. ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഷൈനി ഒരു സ്പോർട്സ് താരത്തെ? പട്ടാളത്തിൽ നിന്ന് ലീവിന് വന്ന് വേറെ പണിയൊന്നുമില്ലല്ലോ. അതെ. അപ്പോൾ കൊണ്ടുവന്ന് കഴിയുമ്പം ഇവരെയും കൊണ്ട് എല്ലാം കുളിക്കാൻ വേണ്ടി തോട്ടി കൊണ്ടുപോകും. എന്നിട്ട് എല്ലാത്തിനും നേരത്തെ ഓടിക്കും. ഓടിച്ചു കഴിയുമ്പോൾ അന്ന് ആൺകുട്ടികളെങ്കിലും കൂടുതലായിട്ട് ഷൈനി മുന്നിൽ വരും. ശരി. ആൺകുട്ടികളും മെന്നായിട്ട് വരും. അപ്പം മുന്നേ വരുന്നവർക്ക് മുട്ടായി ഉണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് കണ്ടുപിടിച്ചാണ് ഷൈനി ഇവരെ കൊണ്ട് അതാണ് പറഞ്ഞാണ്. പിന്നെ ഇവൻ്റെ ഫാദറാണ് ഇതിന് മുഴുവൻ കൈ എടുത്ത് അങ്ങനെ ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ വിട്ടു. അങ്ങനെ ആ രംഗത്തേക്ക് കയറി വന്ന് വല്ല ഇതിലും അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ സ്പോർട്സിന് ഒരു ഗവൺമെൻറ്റിൽ നിന്നൊരു സാമ്പത്തിക സഹായം ചെയ്യുന്ന സമയമല്ല അന്ന് സ്വന്തം ചിലവിലാണ്. കാരണം ഒരു കണ്ടമാനം കാശ് മുടക്കിയിട്ടുണ്ട്, സ്വന്തം ചിലവാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് മത്സരത്തിന് പോകാനൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് തന്നെ വേണം പോകാൻ. മത്സരത്തിന് പോകാനൊക്കെ കാശ് കൊടുക്കണം. പിന്നെ ഈ നാഷണൽ മീറ്റിന് മാത്രം പോകുന്നതിന് കാശ് ഗവൺമെൻറ്റിന് ബാക്കി ഒരു പ്രോത്സാഹനമില്ല. അന്നൊരു സ്പോർട്സ് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഗവൺമെൻറ് വളരെ ഇത് ചെയ്യാൻ പ്രൈസ് മണി വേറെ കൊടുക്കുന്നുണ്ട്, വളരെ പ്രോത്സാഹനമുണ്ട് ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ ഞാൻ പെൻഷൻ പറ്റിയെങ്കിലും 7 വർഷമായിട്ട് 10-16 വർഷമായിട്ട് കേരള ടീമിനെ ഞാൻ തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം പെൻഷൻ പറ്റിയിട്ട് പോലും കേരള ടീമിൻ്റെ നായകത്വം എനിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളം നേടിയ മെഡൽ ബാക്കി ഒരു എല്ലാം കൂടെ കൂടിയാൽ നേടിയില്ല. അത്രയും ഡിഫറൻസിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ അത്ലറ്റിക്സിൽ അത്ര മികച്ച പ്രകടനമാണ് കുറേ വർഷങ്ങളായി കാഴ്ചവെക്കുന്നത്. അത് ഗവൺമെൻറ് ഒത്തിരി പ്രോത്സാഹനമുണ്ട്. ഈ സാധാരണ സ്പോർട്സ് കൂടുതൽ നമുക്ക് ഷൈൻ ചെയ്യാൻ സാധ്യത, കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് കൂടുതൽ ഷൈൻ ചെയ്യാൻ സാധ്യത ആൺകുട്ടികളാണോ അതോ പെൺകുട്ടികളാണോ? കൂടുതൽ പെൺകുട്ടികളെ ഇപ്പോൾ നമ്മൾ കാണാൻ ഇപ്പോൾ നമ്മൾ നമ്മുടെ നിലയിൽ തന്നെ നോക്കിയാൽ പെൺകുട്ടികൾ. നമുക്ക് പറയാനുള്ളത് ഒരു ഷൈനി വിൽസണും പി.ടി. ഉഷയും അല്ല, ഇപ്പോൾ എല്ലാം വന്നു കഴിഞ്ഞാൽ വിൽസണുണ്ട്. വിൽസണുണ്ട് അല്ല എങ്കിലും അല്ല, അത് കുറവാണ്. ഷൈനിയും ഉഷയൊക്കെ ഉള്ള കാലത്ത് ഒരു ഭയങ്കര ഒരു കുതിപ്പാർന്ന 6 വർഷം. അതിനുശേഷം ഇടയ്ക്കൊരു ഡണ്ണ് വന്നു നമ്മുടെ സ്പോർട്സിന്. ഇടയ്ക്കൊരു ഉണ്ടായതിന് ശേഷം പിന്നെയാണ് ഇപ്പം കുറേ നന്നായിട്ട് കയറി വരുന്നുണ്ട്. കാരണം അത് നമ്മുടെ ഈ പ്രോത്സാഹനത്തിൻ്റെ ഏറ്റവും കൂടുതലാണ്. പിന്നെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പല സ്കൂളിലും കായിക അധ്യാപകരില്ല, പല സ്കൂളിലില്ല. കാരണം പറയുന്നത് 500 അല്ലെങ്കിൽ 7 ഡിവിഷനില്ല, ഇത് ഇല്ല എന്ന് പറഞ്ഞ് പല കാരണം പറഞ്ഞ് കായിക അധ്യാപകരില്ല. പക്ഷേ അങ്ങനത്തെ ഉള്ള എല്ലാ സ്കൂളുകളിലും ഇത് നോക്കാതെ കായിക അധ്യാപകരെ വെച്ചാൽ മാത്രം പോരാ, അവരെ കൊണ്ട് പണിയും കൂടി ഇടിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുന്ന് നമ്മൾ കൊച്ചിലെയാണ് ഇവർ വളർത്തിയെടുക്കേണ്ടത്. ഈ UP-LP സ്കൂളിലാണ് പിള്ളേരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ഞാൻ ആ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ ലെവലിൽ നിന്ന് തുടങ്ങണം. ഇപ്പം ഞാൻ ആ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഞാൻ പെൻഷൻ പറ്റി 5 വർഷത്തിന് ശേഷം ആ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്ത് ഇപ്പം ഞാൻ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് വരാണ്. ഇപ്പോൾ ഈ വർഷം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ കൊണ്ട് ഒരു 100 കുട്ടികൾ ചെല്ലുവാനും ഇപ്പോൾ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ 2-3 സ്കൂളിലായിട്ട് ഞാൻ പോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.